ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബുധനാഴ്ച ദിവസം 1199 കർക്കിടക മാസം 23-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 16-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:40. നാളത്തെ തിഥി തൃതീയ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 5:46. അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 8:32. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണ്. അപ്പോൾ നാളെ പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 5:46. ബുധനാഴ്ച പകൽ മുഴുവൻ ഉണ്ടായിരിക്കും. ബുധനാഴ്ച രാത്രി 8:32 പൂരം നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത്. പൂയം, തിരുവാതിര, കാർത്തിക, ഭരണി, മൂലം, പൂരാടം, മകം ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂയം, തിരുവാതിര, കാർത്തിക, ഭരണി, മൂലം, പൂരാടം, മകം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് തിരുവോണം, മകയിരം, ആയില്യം, പുണർദം എന്നീ നാളുകാർക്കാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. തിരുവോണം, മകയിരം, ആയില്യം, പുണർദം എന്നീ നാളുകാർ നാളത്തെ ദിവസം വളരെ ശ്രദ്ധിക്കണം. അവരുടെ പ്രവർത്തന മേഖലയിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലയിൽ പരാജയം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കണം. അത് ഒരുപക്ഷെ നിങ്ങളെ തേടി വരാനിടയുണ്ട് എന്ന് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു. ബാക്കിയുള്ള നാളുകാർക്ക് നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും ശുഭസമയം നാളത്തെ പറഞ്ഞു തരാം. നാളെ ബുധനാഴ്ച ദിവസമാണ്. ശുഭസമയം നോക്കി ശുഭകാര്യങ്ങൾ ചെയ്ത് ജീവിത വിജയം നേടുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി നാളത്തെ ശുഭസമയം പറഞ്ഞുതരാം. നാളെ രാവിലെ 6:18 മുതൽ 10:48 വരെ ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 3:48 വരെ ശുഭസമയമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ജ്യോതിഷത്തിൽ കൂടി കൃത്യമായ ശുഭസമയം അറിഞ്ഞ് ഒരുപാട് പേർ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നിത്യവും ഈ ശുഭസമയം ഈ വീഡിയോയിൽ കൂടി ഞാൻ എന്നും പറഞ്ഞിരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ കഴിവതും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ ശുഭസമയം നോക്കി ചെയ്തെടുക്കുക എന്നും പറയുന്നു. നാളത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഉത്തമമായ ഫലങ്ങൾ ഈ സമയം നോക്കി ചെയ്താൽ വന്നു ചേരുന്നത് ഏറ്റവും മെച്ചപ്പെട്ട അതായത് ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നത് പൂയം, തിരുവാതിര, കാർത്തിക, ഭരണി, മൂലം, പൂരാടം, മകം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്ന് പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം ഈ സമയപ്രകാരം ഈ ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്ക് മധ്യമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രതികൂലമായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പ്രതികൂലമായ അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്ന് പറഞ്ഞു. ആ നാളുകാർ ഈ സമയം നോക്കി കാര്യങ്ങൾ ചെയ്താൽ അവർ പരാജയപ്പെടുവാൻ ഒരു കാരണവശാലും സാധ്യതയില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. നാളത്തെ തീയതി വെച്ചാണ്, ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. നാളത്തെ തീയതി 7 ഏതൊരു മാസം 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 7 അല്ലെങ്കിൽ 7, 16, 25 ഇതൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ പേരിൽ OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ നാളത്തെ ദിവസം പച്ച, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ തീയതിയിൽ ജനിച്ചവരാണെങ്കിൽ നാളത്തെ ദിവസം പ്രതികൂലമാണ്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും.
നിങ്ങളുടെ പേരിൽ OZ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിജീവിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നാളത്തെ ദിവസം പച്ച, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നാളെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായ ഫലങ്ങളാണ് വന്നു ചേരുക, പ്രതികൂലമല്ല എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ പേരിൽ OZ ഇല്ലാത്തവർ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അനുകൂലവും ഉത്തമവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഉയർന്ന തലത്തിൽ വന്നതാണ് ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ജ്യോതിഷം മനുഷ്യൻ്റെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു ശാസ്ത്രമാണ്, ശാസ്ത്രശാഖയാണ്. അത് പ്രിയപ്പെട്ടവർ അറിഞ്ഞ് അതുപോലെ തന്നെ അതിനെ വിശ്വസിക്കണം. ജ്യോതിഷപ്രകാരമാണ് നമുക്ക് ഉള്ള സകല അനുഭവങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് വേറൊരു ശാസ്ത്രമില്ല. അതാണ് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, ഈ പ്രകൃതിയിലെ കാര്യങ്ങൾ എല്ലാം അറിയാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പ്രകൃതിയിലെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി പ്രകൃതി ശാസ്ത്രജ്ഞന്മാരുണ്ട്, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുണ്ട്, കാലാവസ്ഥാ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അവർക്കും കണ്ടുപിടിക്കാം. പക്ഷെങ്കിൽ അവർ കണ്ടുപിടിക്കുന്നത് വലിയ അത്യന്താധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുറത്താണ് അവരതൊക്കെ കണ്ടുപിടിക്കുന്നത്. ആ വിദ്യയിൽ കൂടിയാണ് കണ്ടുപിടിക്കുക. എന്നാൽ ഈ നവഗ്രഹങ്ങളുടെ സ്ഥിതിപ്രകാരം നവഗ്രഹങ്ങൾ ഇന്ന സമയത്ത് സഞ്ചരിക്കുമ്പോൾ, ഇന്ന ഗ്രഹങ്ങളുമായിട്ട് ചേരുമ്പോൾ, ഇന്ന രാശിയിൽ കൂടി പോകുമ്പോൾ ഇന്നത് സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറയുവാൻ ഒരു ജ്യോതിഷന് കഴിയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിലല്ല എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ 50ഓളം അംഗങ്ങളേ ഉള്ളൂ. ചെറിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു, നാളത്തെ ദിവസം ഉരുൾപൊട്ടുവാൻ സാധ്യതയുണ്ട്. കാരണം നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, ചൊവ്വയുടെ ദിവസമാണ്. ചൊവ്വയുമായിട്ട് ചന്ദ്രൻ ചേരുകയാണ്. ചന്ദ്രന് ബലമില്ല. ചന്ദ്രൻ ഈ ചൊവ്വയുമായിട്ട് ചേരുമ്പോൾ ചൊവ്വ അഗ്നിയാണ്, ബോംബാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് എല്ലാ ദിവസവും പ്രഭാത സമയത്ത് കൊടുക്കുന്ന മെസ്സേജിൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. എൻ്റെ ഗ്രൂപ്പിലാണ്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്താൽ പോലും ആരും അറിയാനൊന്നും പോകുന്നില്ല. ഞാൻ കോവിഡിനെ കുറിച്ച് വീഡിയോ ഇട്ട് എത്ര പേര് കണ്ട്? 600 പേര് കണ്ട്. പക്ഷേ കൃത്യമായി വിവരം പറയാത്തവരുടെ വീഡിയോ ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടു. അത് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ അത് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം പറഞ്ഞു. എന്നാൽ എൻ്റെ ചാനലിൽ എനിക്കത് പറയാൻ പറ്റിയില്ല. അതും എൻ്റെ ഒരു പരാജയമാണ്. എനിക്ക് അന്നേരം അത് പറയാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ചാനലിൽ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനത് പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പ് നല്ല മഴയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരുന്ന സമയം, അതായത് മഴയില്ലാതെ വിഷമിച്ചിരുന്ന സമയം, ആ സമയത്ത് മഴ പെയ്യുമെന്ന് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 300-400 പേരാണ് കണ്ടത്. അന്നൊക്കെ അത് 300-400 പേരാണ് കണ്ടത്. കൃത്യസമയത്ത് മഴ പെയ്തു. ഞാൻ പറഞ്ഞ ദിവസത്തെ മഴ, ഒരു കവിതയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ഒരു കവിത തന്നെയാണ് ഞാൻ അതിനകത്ത് രചിച്ച്, ഒരു കവിതയായിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അധികം ആരും കണ്ടില്ല. അപ്പം നമ്മളിത് ലോകത്തോട് പറഞ്ഞാലൊന്നും കാണത്തില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ കാണാൻ കുറച്ച് ഒരു 2000-2500 പേരൊക്കെ കാണും, ഒരു ദിവസം തന്നെ കാണും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനാൽ സമയം കണ്ടെത്തി ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം എന്ന് ഒരു പ്രതീക്ഷ പ്രിയപ്പെട്ടവർക്കായിട്ട് നൽകുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. എപ്പോഴും അറിവുകൾ നമ്മളെ നല്ലതിലേക്കാണ് നയിക്കുന്നത്. ഏതൊരു കാര്യത്തിലും നമുക്ക് അറിവുണ്ടാകണം. അറിവില്ലാത്തവരെ പോലെ നമ്മൾ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും പറയുമല്ലോ, ഒരു അറിവില്ലാത്തവരെ പോലെയാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ള ഒരു ചോദ്യം നമുക്ക് നേരെ ഉയരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അറിവുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി ആ ഒരു അറിവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഈ നാളത്തെ അനുഭവം എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. നാളത്തെ അനുഭവം മേടക്കൂൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാരോടൊരു കാര്യം പറയട്ടെ. നാളത്തെ നക്ഷത്രഫലം പറയുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ വെച്ചാണ്. അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ആണ് നാളത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ചന്ദ്രൻ
അമാവാസി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആയതേ ഉള്ളൂ പഞ്ചമി മുതലാണ് ചന്ദ്രൻ ബലവാനാകുന്നത്. അപ്പോൾ പഞ്ചമി മുതൽ ചന്ദ്രനെ കൂടുതലായിട്ടും കേന്ദ്രീകരിച്ച് നക്ഷത്രഫലം പറയും. അതുവരെ ഓരോ ദിവസവും, അതായത് ജ്യോതിഷത്തിൽ പറയുന്ന ഏത് ഗ്രഹത്തിനും അവരുടെ ദിവസത്തിലാണ് അവർക്ക് ബലമുള്ളത്. ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലം, വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലം, ഞായറാഴ്ച ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലം. അവരവർക്ക് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് ബലമുണ്ട്. അപ്പോൾ അവിടെ ഇവരെപ്പോലെ തന്നെ തത്തുല്യമായ ബലത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ചന്ദ്രനെയും കൂടെ കൂട്ടിച്ചേർത്ത് പറയണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ അത്രയും ബലമാകാത്തത് കൊണ്ട് ബുധനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ 5-ാം ഭാവത്തിൽ, പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് നല്ലതല്ല. ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ചില ഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ ത്രികോണഭാവമാണ്. അപ്പോൾ ത്രികോണഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ത്രികോണഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ നല്ല ബലം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ശുഭനായിട്ടല്ല നിൽക്കുന്നത്, എങ്കിൽ പോലും ഒരു ശുഭഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് അല്പം ബലം കൊടുത്തു ഈ നാളുകാർക്ക് അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് 5-ാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് സൽപുത്ര ഭാഗ്യം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ട് ചിന്തിക്കുന്ന ഭാവമാണ് 5-ാം ഭാവം. അപ്പോൾ സൽപുത്ര ഭാഗ്യം, അവിടെ ശുഭഗ്രഹങ്ങൾ 2 ശുഭഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. ഒന്ന് ബുധനും ഒന്ന് ശുക്രനും. പക്ഷേ ബുധനെ പൂർണ്ണ ശുഭനായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എങ്കിലും മറ്റൊരു ശുഭഗ്രഹം അവിടെ നിൽക്കുന്നു, ശുക്രൻ. അപ്പോൾ നാളത്തെ ദിവസം കൂടുതൽ പെൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഇവർ നാളത്തെ ദിവസം മാന്ത്രിക കാര്യങ്ങളിലും താന്ത്രിക വിദ്യയിലുമൊക്കെ പ്രാവീണ്യം നേടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഗ്രഹം ബുധനാണ് കേട്ടോ. ബുധനാണ് അതാണ് ജ്യോതിഷം, മാന്ത്രികം, താന്ത്രികം, അതുപോലെ തന്നെ ആത്മീകം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരാൾക്ക് കൊടുക്കുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. അപ്പോൾ ത്രികോണഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അതിനുള്ളൊരു പ്രേരണ ഈ നാളുകാർക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളുടെ ഗ്രഹനിലയിൽ 2-ാം ഭാവവും 5-ാം ഭാവവും വെച്ചാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ 5 നിൽക്കുന്ന ബുധൻ വിദ്യയെ കൊടുക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. അതുപോലെ തന്നെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ 5-ാം ഭാവത്തിൽ ത്രികോണഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സമ്പത്തും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതായത് ഇവർക്ക് സൽപുത്ര ഭാഗ്യം, പ്രത്യേകിച്ച് പെൺകുട്ടികളാലുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ബന്ധുക്കളാലുള്ള നല്ല അനുഭവങ്ങൾ, മന്ത്രതന്ത്രങ്ങളിൽ അല്ലെങ്കിൽ മാന്ത്രികവും താന്ത്രികവുമായ വിദ്യകളിൽ ഒരു താല്പര്യമുണ്ടാകുന്ന ദിവസം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസം, സമ്പത്ത് വന്നു വരാൻ സാധ്യതയുള്ള ദിവസം, സുഖാനുഭവ യോഗങ്ങൾ വർദ്ധിക്കുന്ന ദിവസം, ഈശ്വരഭക്തി വർദ്ധിക്കുന്ന ദിവസം, ഗുരുഭക്തി വർദ്ധിക്കുന്ന ദിവസം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മേടക്കുറുകാർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൂടാതെ അവർക്ക് ശരീരത്തിന് മനസ്സിനും സുഖസ്വസ്ഥത ദേഹനന്മയൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയുമൊക്കെ അനുകൂലമായിട്ട് പോകും. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമല്ല. കാര്യവിജയം ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളും ഒക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള സ്ഥിതി അത്ര മെച്ചമല്ല. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കേയില്ല. അവിടെയാണ് പ്രശ്നം. ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കത്തില്ല. തൊഴിൽപരമായ നേട്ടമൊക്കെ ഉണ്ട്, ദൈവാധീനമൊക്കെ പ്രതീക്ഷിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അവർക്ക് ദൈവാനുഗ്രഹം അല്ലെ ദൈവവിശ്വാസം വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണെന്ന് പറഞ്ഞല്ലോ. അപ്രകാരമുള്ള അനുഭവങ്ങൾ കൂടി നാളത്തെ ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ചവിടെ 4-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ എന്ന് പറയുന്ന ശുഭഗ്രഹം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേങ്കിൽ ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നാളത്തെ ദിവസം ഒരു പാപഗ്രഹമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും വന്നു ചേരത്തില്ല. ഒരു പാപഗ്രഹം ഫലം ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. വലിയ ഗുണകരമായ അനുഭവങ്ങളൊന്നും ഇവർക്കുണ്ടാകത്തില്ല. കൂടുതലായിട്ടും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനാണ് സാധ്യത. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയാണ് സാധ്യത എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം സുഖസ്വസ്ഥ ദേഹനന്മയൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. ബുധൻ ഒറ്റയ്ക്ക് 4-ാം ഭാവത്തിലൊരു ശുഭഗ്രഹമായിട്ട് തന്നെ
പക്ക ശുഭഗ്രഹമായിട്ട് തന്നെ നിന്നാൽ മറ്റു പാപഗ്രഹങ്ങളൊന്നും വീക്ഷിക്കാൻ പറ്റത്തില്ല. ശുഭക്ഷേത്രത്തിലായിരിക്കണം. അങ്ങനെ ശുഭനായിട്ട് 4-ാം ഭാവത്തിൽ നിന്നാൽ വലിയ നേട്ടമായിരിക്കും. പക്ഷെങ്കിൽ ഇവിടെ ശുഭനായിട്ടല്ല നിൽക്കുന്നത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രമായ ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ പാപക്ഷേത്രമാണ്. ആ പാപക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. തന്നെയല്ല, നിൽക്കുന്ന രാശി ബുധൻ്റെ സ്വക്ഷേത്രമായ കന്നിയുടെ 12-ാം ഭാവത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജ്യോതിഷം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത്ര നല്ലതല്ല. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേന്ദ്രൻ മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ബന്ധുക്കളുടെ സഹകരണം കാര്യമായി ഒന്നും ഉണ്ടാകത്തില്ല. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് സുഖകരമായിരിക്കുകയില്ല. തൊഴിൽപരമായ നേട്ടമാണ്. ദൈവാധീനം ഏറെക്കുറെ തുണയ്ക്കുന്നൊരു ദിവസമാണ്. മക്കളുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത്ത 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ കൂറിൻ്റെ അധിപനായ ബുധൻ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 3-ാം ഭാവത്തിൽ നിന്നാൽ ഈ ജാതകർ സൽപ്രവർത്തികളേക്കാൾ കൂടുതൽ ദുഷ്പ്രവൃത്തി ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമല്ലെന്നുള്ളതാണ് ജ്യോതിഷം അവിടെ പറയുന്ന കാര്യം. അപ്പോൾ ഇവർ വെറുതെ സഞ്ചാരം ചെയ്ത് യാത്ര ചെയ്ത് പണമൊക്കെ കളയും. പിന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് ഇവർക്ക് ഉണ്ടാകും. സൽബുദ്ധിയേക്കാൾ നീചബുദ്ധിയൊക്കെയാണ് ഉണ്ടാകുവാൻ സാധ്യത എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നതെങ്കിലും അവരുടെ നാളത്തെ അനുഭവം എങ്ങനെയാണെന്ന് നോക്കാം. സുഖസ്വസ്ഥ ഏകതന്മയൊന്നും അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. മാതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. പിതാവ് മുഖേന ധനം വന്നു ചേർന്നാലും അവിടെ കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുള്ളൊരു ദിവസമാണ്. കാര്യവിജയമൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല. ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരുന്നൊരു ദിവസമല്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയും അത്ര മെച്ചമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. തൊഴിൽപരമായി മോശമാണ്. ദൈവാധീനം കാര്യമായിട്ട് തുണയ്ക്കുന്നൊരു ദിവസവുമല്ല. മക്കളുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് കർക്കിടകക്കുറുകാരെക്കുറിച്ചാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ 2-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. കുടുംബഭാവം, ധനഭാവം എന്നീ ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അവിടെ ബുധനുണ്ട്, ശുക്രനുണ്ട്, ചന്ദ്രനുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ വന്നു ചേരുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ തക്കതായ ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനനേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും. കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണ്. എന്നാൽ കുടുംബത്തിൽ ഒരു അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുള്ളൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നുകിൽ രോഗം വന്നില്ലെങ്കിൽ കുടുംബത്തിലൊരു അഭിപ്രായ വ്യത്യാസമോ സ്വസ്ഥതക്കുറവോ ഒരു ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. സുഖാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനനേട്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പിതാവിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. എങ്കിൽ പോലും നാളത്തെ ദിവസം ഇവരുടെ ഓരോ അവസ്ഥയിലുള്ള അനുഭവം എന്താണെന്ന് നോക്കാം. സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ, സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അനുഭവങ്ങളൊക്കെ മെച്ചമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നാളത്തെ ദിവസം സുഖക്കുറവുണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ പരാജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ദൈവാധീനം കാര്യമായിട്ട് തുണയ്ക്കുന്നൊരു ദിവസമല്ല. മക്കളുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരുടെ ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ജന്മഭാവത്തിൽ നിന്നാൽ എന്താണ് അനുഭവം? അത് നാളത്തെ ദിവസം നല്ല പ്രവൃത്തി, നല്ല മനസ്സ്, ആരെയും ആകർഷിക്കുന്ന പ്രകൃതമൊക്കെ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് മകം, പൂര, ഉത്തരം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാകും. ആരെയും ആകർഷിക്കുന്നതിൽ അവർ സംസാരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കലാരംഗത്തുള്ളവരൊക്കെ ശോഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ അനുഭവം എന്താണെന്ന് നോക്കാം. ഇവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം സുഖസ്വസ്ഥ അത്ര നല്ലതല്ല.
അതെന്താ സുഖസ്വസ്ഥ അത്ര നല്ലതല്ലാത്തത്? ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മഭാവത്തിലാണല്ലോ നിൽക്കുന്നത്, പിന്നെ എന്താണ് നല്ലതല്ലാത്തത്? നല്ലതല്ലാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് ചന്ദ്രനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഈ 3 ഗ്രഹങ്ങളാണ് ചിങ്ങക്കുറിൽ നിൽക്കുന്നത്. ഈ 3 ഗ്രഹങ്ങൾ അവിടെ നിന്നാൽ ഈ ചന്ദ്രനെ ശുക്രനും ബുധനും ശത്രുവായിട്ട് കാണുന്നു. ജ്യോതിഷത്തിൽ ചന്ദ്രൻ ആരോടും ശത്രുതയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ ശുക്രനും ചന്ദ്രനും ശത്രുക്കളാണ്. അതായത് ശുക്രനും ബുധനും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ അല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, ചില കാര്യങ്ങളിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങളുണ്ടാവും, ചില കാര്യങ്ങളിൽ മിത്രങ്ങളുടെ അഭിപ്രായമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഇവർ കടന്നു പോകുക. അതുകൊണ്ടാണ് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേകന്മാർ അത്ര അനുകൂലമല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. മാതാവിന് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാവുന്ന ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവരുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. അതുപോലെ തന്നെ ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം നാളത്തെ ദിവസം ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദൈവാധീനം തുണയ്ക്കുന്നൊരു ദിവസമാണ്. എങ്കിൽ പോലും ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. മക്കളുടെ സ്ഥിതി അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ഈ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 12ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ ബുധൻ നിന്ന് നഷ്ടഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. പക്ഷേ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 12ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും ഒരു ശുഭഗ്രഹമായിട്ട് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഒറ്റയ്ക്ക് 12ാം ഭാവത്തിൽ നിന്നാൽ, തനിച്ച് നിന്നാൽ അതൊരു രാജയോഗ തുല്യമായ അനുഭവമായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ശത്രുതയിലാണ് നിൽക്കുന്നത്. ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. ആ ചന്ദ്രനുമായിട്ട് ചേർന്നാണ് നാളത്തെ ദിവസം നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഏറെക്കുറെയൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ധനനേട്ടം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം. കാര്യവിജയം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കും ചെറിയ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. എങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഇവരുടെ ഓരോ അനുഭവത്തിലും, അതായത് ഓരോ അവസ്ഥയിലുള്ള അനുഭവവും നമുക്കൊന്ന് ചിന്തിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതി, അതായത് ഇവരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതി ആദ്യം ചിന്തിക്കാം. സുഖസ്വസ്ഥദേവന്മാർ ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. എങ്കിലും കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതിയൊക്കെ ശത്രുതയിൽ കൂടി പോകുന്ന, പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ഈ നാളുകാർ അനുഭവിക്കുന്ന ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഫലം കൊടുക്കുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഇവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ കാര്യവിജയം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. കാരണം കാര്യവിജയം ഉണ്ടാകേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനായ ശനി 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനി എന്ന് പറയുന്നൊരു ഗ്രഹം പാവഗ്രഹമാണ്. ഈ ഗ്രഹം 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ശനിക്കൊരു സ്വഭാവമുണ്ട്. ശനി എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളെ കൊടുക്കും. അപ്പോൾ ഈ നാളുകാർക്ക് കാര്യവിജയം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹകരണമൊന്നും ഇവർക്ക് നാളത്തെ ദിവസം കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയുമൊന്നും അത്ര മെച്ചമായ ജീവിത സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അത്ര സുഖകരമായ അനുഭവങ്ങളൊന്നുമില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായി ഇവർക്ക് നേട്ടമാണ്. ദൈവാധീനം കാര്യമായി തുണയ്ക്കുന്നൊരു സമയമല്ല. മക്കളുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭഭാവം. അപ്പോൾ ലാഭഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ലാഭത്തെ കൊടുക്കുമോ? ഇല്ല. എന്താണ്? ബുധൻ അവിടെ ശത്രുതയിലാണ് നിൽക്കുന്നത്. ആരോട് ശത്രുത? ഈ ചന്ദ്രനുമായിട്ടുള്ള ശത്രുതയിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ഈ നാളുകാരുടെ മാനസികവും ശാരീരികവുമായ നിലയ്ക്ക് ശത്രുത വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം.
ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും സൂചിപ്പിക്കുന്ന പ്രതിദാനം ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു, ബുധൻ ശത്രുവായിട്ട് കാണുന്നു, ശുക്രൻ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഈ നാളുകാരുടെ മാനസികവും ശാരീരികവുമായ സ്ഥിതിക്ക് ശത്രുതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ പ്രയാസങ്ങളിൽ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോകുന്നതെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ബുധൻ അവിടെ എത്ര നാൾ നിൽക്കുന്നോ അത്രയും നാൾ ഈ നാളുകാർ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കും, നല്ല ഭാര്യയെ കൊടുക്കും, നല്ല മക്കളെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കൊടുക്കും. കലാകാരന്മാരൊക്കെ ആണെങ്കിൽ ശോഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവർക്ക് രോഗദുഃഖം ദുരിത പ്രയാസങ്ങൾ വന്നാൽ ഇവരെ സഹായിക്കുവാനുള്ള ആൾക്കാർ, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ സുഖം, സ്വസ്ഥ, ദേഹനന്മയൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. മാതാവ് മുഖേനയുള്ള അനുകൂലമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പിതാവിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കളെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ ചതിവ് പറ്റാൻ സാധ്യതയുള്ള സമയം കൂടിയാണിപ്പോൾ. വീട്, വസ്തുവാനം, ഭൂമി എന്നിവയുടെ സ്ഥിതി അത്ര മെച്ചമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. തൊഴിൽപരമായി ഇവർക്ക് മെച്ചമല്ല. ദാമ്പത്യ ജീവിതം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ രോഗമുണ്ടായാൽ ദാമ്പത്യ ജീവിതം സുഖകരമാവുമോ? ഇല്ല. അപ്പോൾ ദാമ്പത്യ ജീവിതം സുഖകരമല്ല. തൊഴിൽപരമായി അത്ര അനുകൂലമല്ല. ദൈവാധീനം തുടയ്ക്കുന്ന ദിവസമല്ല. മക്കളുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോയെന്നുള്ള തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനിടം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം 10ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ 10ാം ഭാവത്തിൽ, തൊഴിൽ ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ, പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തൊഴിലിൻ്റെ കാരക ഗ്രഹമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായ നേട്ടം കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായ നേട്ടം ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാരെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖ, സ്വസ്ഥ, ദേഹനന്മ ഒക്കെ നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അനുകൂലമായൊരു ദിവസമാണ്. പക്ഷേങ്കിൽ ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ശത്രുതയിൽ കൂടി ശത്രുത സൃഷ്ടിക്കുന്ന ഒരു ജീവിത സാഹചര്യം അവരിലുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് കടബാധകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് കടബാധകൾ വരുന്നത് വെച്ചാൽ അവരുടെ 6ാം ഭാവം. ഇപ്പോൾ വൃശ്ചികക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ കൂറിൻ്റെ അധിപനാണ്. പക്ഷെങ്കിൽ ആ ഗ്രഹം അവരുടെ 6ാം ഭാവത്തിൻ്റെ കടം, ദുഃഖം, രോഗം, ശത്രുത എന്നീ ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. ആ ചൊവ്വ എന്ന് പറയുന്ന പാവഗ്രഹം 7ാം ഭാവത്തിൽ നിന്നാൽ ദോഷമാണ്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് ധനം ചെയ്യാത്ത അവസ്ഥ, കടബാധകളിൽ കൂടി ഞെരുങ്ങുന്ന അവസ്ഥ, എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് സുഖസ്വസ്ഥ ദേഹനൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. എങ്കിലും കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കും. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്ന ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഏറെക്കുറെ ലഭിക്കുന്ന ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. ദാമ്പത്യ ജീവിത നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകും. തൊഴിൽപരമായും ഏറെക്കുറെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകും. ദൈവാധീനം ഏറെക്കുറെ തുണയ്ക്കുന്നൊരു സമയമാണ്. മക്കളുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 9ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒരു ശുഭഗ്രഹമായിട്ട് നിന്നാൽ നല്ല ഫലങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് അവർ കലാകാരന്മാരായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ശോഭിക്കുന്ന ദിവസമാണ്. പ്രാസംഗികരും ശാസ്ത്രകാരന്മാരും ഒക്കെ ശോഭിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. സൽഗുണ സമ്പന്നരെ പോലെ ഇവർ പ്രവർത്തിക്കുന്ന, പെരുമാറുന്നൊരു ദിവസം കൂടിയാണ്. ഇവരുടെ ഓരോ അവസ്ഥകളിൽ മേലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. പിതാവ് മുഖേനയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും വരാൻ, തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം. മേലധികാരികളിൽ നിന്ന് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളും അവർക്ക് കാര്യമായി ഉണ്ടാകുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് ഉണ്ടാകത്തില്ല. ദാമ്പത്യ ജീവിത വിജയമാണ് നാളത്തെ ദിവസം ഉണ്ടാകുന്നത്. തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. ദൈവാധീനം തുണയ്ക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം അവർക്ക് അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നൊരു ദിവസമാണ്. 8ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ സാധാരണ ജ്യോതിഷം പറയുന്നത് അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവരുടെ ഈ അഷ്ടമത്തിൽ
ബുധൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ജ്യോതിഷം പറയുന്നു ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട്, പനിയോ തലവേദനയോ ശരീരവേദനയോ തൊണ്ടയ്ക്ക് വേദന അങ്ങനെയുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രൻ ശത്രുതയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ അവിടെ അതുമുഖേന ഇവർക്ക് തൊഴിൽ ചെയ്യുവാൻ സാധിക്കാതെ വരും. തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രതിസന്ധികളാണ് കൂടുതലായിട്ടും വന്നു ചേരുക. പക്ഷേ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ കഷ്ടത്തെ കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ബുധൻ നിൽക്കുന്ന സ്ഥാനം ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ ബുധൻ നിന്നാൽ കഷ്ടത്തെ തന്നെ കൊടുക്കും. മകരക്കൂറുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകളെ കൊടുക്കുമെന്നാണ്. അത് ബുധനാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവുമാണ് ഇത് കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും ജ്യോതിഷത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർ വ്യാപാരികളായിട്ടുണ്ടെങ്കിൽ അവർ വ്യാപാര വിജയമൊക്കെ നേടി എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് മാത്രമായിട്ടൊരു ഫലമാണ് അത്. വ്യാപാര വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത്. മറ്റുള്ളവർക്കൊക്കെ പല വിധത്തിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത സുഖക്കുറക്ക് ഭാര്യയും ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ വന്നു ചേരാം. അത് 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, അതും ഒരു കാരണമാണ്. 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാം. അതൊരു വ്യാഴദശാകാലം കഴിഞ്ഞിട്ടുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊന്നും അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുക. ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അവരുടെ സഹായങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരുന്ന ദിവസമല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. തൊഴിൽപരമായി അത്ര മെച്ചമല്ല. ദൈവാധീനം നാളത്തെ ദിവസം ഏറെക്കുറെ തുണയ്ക്കും എന്നുള്ളത് വിശ്വസിക്കുക. മക്കളുടെ സ്ഥിതി ഇവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര മെച്ചമായ അനുഭവത്തിൽ കൂടി പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതും മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള അവരുടെ 7ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ നിന്നാൽ ബുധൻ ബലവാനാണെങ്കിൽ, ബുധൻ തനിച്ചൊരു ശുഭഗ്രഹമായിട്ട് നിന്നാൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തിലായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ അവർ ഒരു അത്ര കണ്ടീഷൻ നല്ലതല്ല. കാരണം ബുധൻ ഉണ്ട്, ശുക്രനുണ്ട്, ചന്ദ്രനുണ്ട്. ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു, ബുധൻ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ 7ാം ഭാവത്തിൽ ഒരു ശത്രു അറിഞ്ഞ അനുഭവങ്ങളിൽ കൂടി പോകുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുകയില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മനസ്സിലാകേണ്ട കാര്യം. അപ്പോൾ എങ്കിലും ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായൊരു ദിവസമാണ്. ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. എങ്കിലും മാനസികവും ശാരീരികവുമായ സ്ഥിതി മെച്ചമല്ലാത്തതുകൊണ്ട് ബുദ്ധിശക്തി ഒന്നും അത്ര കത്തി നിൽക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം അവിടെ ചന്ദ്രൻ ശത്രുതയിൽ നിൽക്കുന്നതുകൊണ്ട് മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ സ്ഥിതി മെച്ചമല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ ബുദ്ധി വർദ്ധിക്കും? അപ്പോൾ അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്കിലും ഏറെക്കുറെയൊക്കെ അനുകൂലമായ ഫലം കിട്ടും. ബുധനാഴ്ച ദിവസം ബുധൻ്റെ ദിവസമായതുകൊണ്ട് കൂടുതൽ ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ ഒരു അനുകൂലമായ അനുഭവം പ്രതീക്ഷിക്കാം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 7ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാരെയൊക്കെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ഉന്നമനോ ഉയർച്ച ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 7ാം ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവിടെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും. ബുദ്ധിശക്തി വർദ്ധിക്കും. കലാകാരന്മാരൊക്കെ ശോഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും വന്നു ചേരുകയില്ല. എങ്കിലും അവരുടെ അനുഭവം എങ്ങനെയാണെന്ന് നോക്കാം. സുഖസ്വസ്ഥ ദേഹം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള അനുഭവങ്ങളൊന്നും അത്ര നല്ലതല്ല. അവർക്ക് ശത്രുതയിൽ കൂടി അല്ലെങ്കിൽ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. പിതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. ധനധാന്യ നേട്ടമൊക്കെ പിതാവ് മുഖേന പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണം ഏറെക്കുറെ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ച് ഉള്ള ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല. തൊഴിൽപരമായി അവർക്ക് ഏറെക്കുറെ മെച്ചമായ ഒരു ദിവസമാണെന്ന് പ്രതീക്ഷിക്കാം. ദൈവാധീനം അവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. മക്കളുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി തൃട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചുള്ള അവരുടെ 6ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ
അവർക്ക് ശത്രുതയെ ഉണ്ടാക്കി കൊടുക്കും, ശത്രുശല്യം ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകും, ഒരുപക്ഷെ ഇവർ ശത്രുക്കളെ ജയിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം ഇവർക്കുണ്ടാകുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കൂടാതെ കലഹ സ്വഭാവമൊക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. മീനക്കുറുകാരെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികൾ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിൽ മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. നാളത്തെ ദിവസം പിതാവ് മുഖേന ഉള്ള കാര്യപരാജയങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമല്ല. മാതാവും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകാനാണ് സാധ്യത. കാര്യവിജയമൊന്നും വലിയ രീതിയിൽ ഉണ്ടാകുന്ന ദിവസമല്ല. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമല്ല. ശത്രുടഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടെ പോകും. എങ്കിൽ പോലും അവിടെയും അത്ര സുഖകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. തൊഴിൽപരമായി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. ദൈവാധീനം ഇവർക്ക് കാര്യമായിട്ട് തുണയ്ക്കുന്നൊരു ദിവസമല്ല. ദൈവാധീനം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇവരുടെ മക്കളുടെ സ്ഥിതി നാളത്തെ ദിവസം അത്ര അനുകൂലമായ സാഹചര്യവുമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി പൊതുവെ നോക്കിയാൽ സാംസ്കാരിക നായകന്മാർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അതായത് പ്രാഗൽഭ്യമുള്ളവരൊക്കെ, അറിവും പാണ്ഡിത്യമുള്ളവരെ പോലെയൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണ്. സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളെ നമ്മുടെ ദേശത്തുണ്ടാകുക എന്നുള്ളതാണ് നാളത്തെ പൊതുവായിട്ടുള്ള ചിത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.